വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് പോളണ്ട് എന്ന് പറഞ്ഞ കൺട്രിയിലത്തെ സക്കോപേൻ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ വില്ലേജിൽ നമ്മൾ സ്കീയിങ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സ്കീയിങ്ങിനെ പറ്റി പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലേ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ സ്കീയിങ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു സ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ വിൻ്റർ സമയത്ത് പ്രത്യേകിച്ച് ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, സ്ലോവാക്കിയ ഇങ്ങനത്തെയൊക്കെ കൺട്രീസിൽ വിൻ്റർ സമയത്ത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മന്ത്സിലൊക്കെ എപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു സ്പോർട്ടാണ് സ്കീയിങ് എന്ന് പറയുന്നത്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. നമ്മൾ ഈ ഒരു സ്കീയിങ്ങിൻ്റെ എക്യുപ്മെൻ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിയ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പോലെയൊക്കെ, പക്ഷേ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല സ്കീയിങ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോഴും പല പ്ലേസസിൽ പോകുമ്പോഴും സ്കീയിങ്ങിൻ്റെ വീഡിയോസ് കാണുമ്പോഴും സ്കീയിങ് ആൾക്കാർ ചെയ്യണ കാണുമ്പോഴും നമ്മൾ പല മൗണ്ടൻ ഏരിയയിലൊക്കെ പോകുമ്പോഴും അവിടെ സ്കീയിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും. നമ്മൾ കേബിൾ കാറൊക്കെ എടുത്ത് പോകുമ്പോഴും അപ്പോഴൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ വർഷം ഈ വിൻ്ററിൽ എന്തായാലും നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കീയിങ്ങിന് വന്നിട്ടുള്ളത് സക്കോപെയിനിലാണ്. പോളണ്ടിലത്തെ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കൊച്ചു വില്ലേജാണ്. താത്രാസ് മൗണ്ടെയിൻ്റെ ഏരിയയിലുള്ള ഒരു കൊച്ചു വില്ലേജാണ് സക്കോപെയിൻ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്കീയിങ് റിസോർട്ടിലാണ് നമ്മൾ സ്കീയിങ് ചെയ്യുന്നത്. ബിയാക്ക ടാട്രാൻസ്ക എന്നാണ് ഈ ഒരു സ്കീയിങ് റിസോർട്ടിൻ്റെ പേര്. ഇത് ശരിക്കും ഇവിടുത്തെ ബിയാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് സൈറ്റിലാണുള്ളത്. അതായത് സക്കോപെയിൻ്റെ അവിടെ നിന്ന് ആ ഒരു മെയിൻ സിറ്റിയുടെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് മാത്രമാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. അപ്പോൾ സക്കോപെയിൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു വില്ലേജാണ്. അതിന് ചുറ്റിനും ഇതുപോലെ ഒരുപാട് സ്കീയിങ് റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനത് ചൂസ് ചെയ്യാൻ കാരണം ഇത് ബിഗിനേഴ്സിനും അതുപോലെ കുട്ടികൾക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്കീയിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ കുറേ കൂടി സേഫാണ് ഇവിടുത്തെ സ്ലോപ്സ്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഈ ഒരു ഏരിയയിൽ വളരെ ചെറുതായിട്ടുള്ള സ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സ്കീയിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സ്കീയിങ് പാക്കേജ് നമ്മൾ എടുത്തത്. അപ്പോൾ നോർമലി നമ്മൾ സ്കീയിങ് പാക്കേജസ് ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ റെൻ്റൽ എക്യുപ്മെൻറ്റ്സും അതുപോലെ ഇതുപോലെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഒരു ട്രെയിനർ ഇതൊക്കെ കൂടിയിട്ടുള്ള പാക്കേജസാണ് എടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് 1 ഡേ സ്കീയിങ്ങിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം സമയം ട്രെയിനിങ്ങും അവർ ബേസിക് തുടങ്ങി പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെൻ്റൽ എക്യുപ്മെൻറ്റ്സും നമ്മുടെ ക്ലോത്ത്സ് ആണെങ്കിലും ഈ ഒരു സ്കീയിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ആണെങ്കിലും റെൻ്റലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനർ. അപ്പോൾ അവർ നമുക്ക് കുറച്ചധികം സമയം നമ്മൾ ബേസിക്സ് പഠിക്കുന്നവരെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു സ്കീയിങ്ങിൻ്റെ ബൂട്ടും ഈ ഒരു എക്യുപ്മെൻ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മഞ്ഞ് നല്ല തെന്നി കിടക്കുന്ന ഐസായിട്ട് കിടക്കുന്ന സ്നോ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിൽക്കുക, നമ്മൾ സ്ലോപ്പിലോട്ടേക്ക് എങ്ങനെ കയറാം, നമ്മൾ 90 ഡിഗ്രിയിൽ ആണ് നമ്മൾ നമ്മുടെ കാല് വെക്കേണ്ടത്, പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലോട്ട് കൊണ്ടുവരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കാം. അപ്പോൾ സ്കീയിങ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതായിട്ട് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എനിക്കിതേ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടാണ് സ്കീയിങ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ സ്കീയിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്കീയിങ് റിസോർട്ടിൽ സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീയിങ് ഏരിയ ഡിസംബർ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് ഓപ്പൺ ആണ്. നോർമലി സ്നോൻ്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ നോക്കിയിട്ടാണ് ഇവരോട് ഓപ്പൺ ചെയ്യുന്നത്. ബട്ട് നോർമലി എല്ലാ ഡിസംബറിലും ബിഗിനിങ്ങിൽ തന്നെ ഇവിടുത്തെ സ്കീയിങ് റിസോർട്ട് ഓപ്പൺ ആവാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തൊട്ടിട്ട് ഇവരായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ തന്നെ വന്ന് സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോളണ്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരില്ല എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരുടെ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ട്രെയിനേഴ്സിനെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ ട്രെയിനർ തന്നെ വളരെ നല്ലൊരു ട്രെയിനറായിരുന്നു. അഡ്വഞ്ചറസ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവൈഡറാണ് ഇവർ. അപ്പോൾ ഇവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു 100 യൂറോയിലൊക്കെ ഇവിടുത്തെ ബേസിക് പാക്കേജസ് നമുക്ക് എടുത്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ സ്കീയിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് നടക്കുക എന്നുള്ളതാണ്. കാരണം ആ സ്റ്റിക്കും ആ ഒരു ബൂട്ടിനും തന്നെ നല്ല വെയിറ്റ് ഉണ്ട്.
നമ്മൾ ശരിക്കും നടക്കുന്നത് റോബോ ഒക്കെ നടക്കുന്ന പോലെയാണ്. കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു താഴത്തെ ബൂട്ട് മാത്രം കാണാൻ പറ്റില്ലെങ്കിലും അത് നല്ല ഹൈറ്റുള്ള ഒരു ബൂട്ടാണ്. ഇപ്പോൾ നമ്മുടെ കാല് പകുതി അതിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വെച്ചിട്ട് നടക്കാൻ. ചില കുട്ടികളൊക്കെ ഇതുപോലെ സ്കീയിങ് ചെയ്യിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഭയങ്കര അമേസിങ് ആയിട്ടാണ് കുട്ടികളൊക്കെ സ്കീയിങ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ആയിരിക്കും. നമ്മുടെ ട്രെയിനർ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് സ്കീയിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ കുട്ടികളും വലിയ ആൾക്കാരും അങ്ങനെ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ സ്കീയിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറേ അവേഴ്സ് നമ്മൾ ഈ ഒരു സ്കീയിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ പഠിക്കലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സ്ലോപ്പിൻ്റെ കുറേശ്ശെ മുകളിൽ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് സ്കീയിങ് ചെയ്ത് താഴേക്ക് വന്നു. ഒരുപാട് ടോപ്പിലൊന്നും പോയിട്ട് നമ്മൾ സ്കീയിങ് ചെയ്യാനുള്ളതായിട്ടില്ല. ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവാണ്. കുറേ ദിവസമായിട്ട് നല്ലതായിട്ട് സ്നോ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ നന്നായിട്ട് ഉറച്ച് കിടക്കുകയാണ്. ഇപ്പം ഞാനിങ്ങനെ പോരുമ്പോൾ ഒരു വിധത്തിൽ എനിക്കിങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രേക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രയലിലൊക്കെ ഇതുപോലെ നമ്മൾ ആരെങ്കിലും കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാൻ പോയാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഴില്ല. പക്ഷേ താഴെ വീഴാൻ നല്ല രസമായിരിക്കും. കാരണം സ്നോ ഒക്കെ നന്നായിട്ട് മഞ്ഞായിട്ട് ഇങ്ങനെ ഉറച്ച ഐസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ 1-2 ഇതുപോലത്തെ ട്രയലൊക്കെ വളരെ സക്സസ്ഫുള്ളായിരുന്നു. നമുക്ക് ആ ഒരു സ്കീയിങ്ങിൻ്റെ ഒരു ബേസിക്കൊക്കെ പഠിക്കാൻ പറ്റി. അപ്പോൾ ഒരു ഫുൾ ഡേ നമ്മളിവിടെ സ്കീയിങ് ചെയ്തിട്ട് ഇതുപോലെ താഴേക്ക് വരുന്നു, ഇടയ്ക്ക് വീഴുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഫോൺ എടുക്കണു, വീഡിയോസ് എടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഫണ്ണായിരുന്നു. സ്കീയിങ് ഒരു പ്രോപ്പർ സ്കീയിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് സ്കീയിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ പഠിക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്കാർ ആ ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്കീയിങ് ചെയ്ത് താഴേക്ക് വരുന്ന പോലെ ചെയ്യണമെന്ന്. അതെന്തായിരുന്നാലും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. പിന്നെ അതാ ശരിക്കും ഈ ഒരു ബൂട്ടിൽ നടന്ന് ക്ഷീണിച്ചു എന്ന് മാത്രം പറയാലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈറ്റ് സീയിങ്ങിനും നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ചെയർ ലിഫ്റ്റ്സ് ഒക്കെ മുകളിലേക്ക് ഉണ്ട്. അതുപോലെ നല്ല രസമാണ് മൗണ്ടൻ ഏരിയ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സമയം സ്കീയിങ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ റെൻ്റലെടുത്തേക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മളിവിടെ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതൊരു ഹോട്ടൽ കം റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ സ്കീയിങ് റിസോർട്ടിൻ്റെ ഇവിടെയുള്ള മെയിൻ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഫുഡ് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം രാവിലെ തുടങ്ങി ഒരുപാട് സമയം ഇതിൻ്റെ പോയി ബൂട്ടിട്ട് നടക്കാൻ തന്നെ വേണം നമുക്ക് നല്ലൊരു എനർജി. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും സ്കീയിങ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്തങ്ങ് സ്കീയിങ് ചെയ്യുന്നു തോന്നണില്ല. കാരണം ഈ ഒരു സ്കീയിങ്ങിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. കാലിന് 2-3 ദിവസമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സ്കീയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ ഒരു സ്കീയിങ് റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോട്ടൽ കം റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടുത്തെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തും ഇവിടെ സ്കീയിങ് 1 വീക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ബുഫറ്റ് ഫുഡ് കിട്ടും. അപ്പോൾ ഞങ്ങൾ നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ എടുത്തിട്ട് കുറേ സമയം ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഈവനിങ് തിരിച്ചു പോയത്. പിന്നെ പോളണ്ടിൽ എപ്പോൾ വന്നാലും നമുക്ക് നല്ല അടിപൊളി ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഭയങ്കര ചീപ്പാണ് ഇവിടുത്തെ ഫുഡാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും. പോളണ്ട് കമ്പാരിറ്റീവ്ലി പ്രത്യേകിച്ച് നമ്മൾ ജർമ്മനിയിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ ചീപ്പായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പം നമ്മളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ കോസ്റ്റ് വളരെ ചീപ്പാണ്. ഇപ്പോൾ ഇവിടെ സക്കോപെയിനിൽ ഈ തവണ വന്നപ്പോൾ തന്നെ നമ്മൾ സ്കീയിങ് എടുത്തിരുന്നു, അതുപോലെ തന്നെ സ്നോ മൊബൈലിംഗ് എടുത്തിരുന്നു, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡും എടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രിയ അല്ലെങ്കിൽ നോർവേ ഇങ്ങനത്തെ ഏതെങ്കിലും പ്ലേസിൽ സ്കീയിങ്ങിന് പോവുക, അതല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പേ ചെയ്യുന്നതിൻ്റെ ഒരു 3-4 ടൈംസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്ന എക്സ്പെൻസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സക്കോപെയിൻ വളരെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്കീയിങ് പാക്കേജസ് ആണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസ് പാക്കേജസ് ഒക്കെ കുറവാണ് അതിൻ്റെ റേറ്റ്. ഞാൻ ഇനിയും ഒരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.